ഇപ്പോഴത്തെ ഈ സങ്കടത്തിന്റെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണത്തിന് നിങ്ങളാണെന്ന് ഉത്തരവാദി. ഒരു 5 ചോദ്യങ്ങൾ ഇതിൽ 3 നിങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ ഒരുപാട് പേര് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഒരാളെ വല്ലാതെ സ്നേഹിക്കുന്നു. അതിന്റെ പകുതി സ്നേഹം നിങ്ങൾക്ക് നിങ്ങളോട് ഉണ്ടോ? ഞാൻ പറഞ്ഞ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരും, പക്ഷേ സത്യമല്ലേ? ഉത്തമമായി നിങ്ങൾ ആദ്യം നിങ്ങളെ നിങ്ങൾ ഒരുപാട് പേരോട് അനുവാദം ചോദിക്കാം. രണ്ടാമത്തെ എനിക്കതാണ് പറയാം, നിങ്ങളുടെ ജീവിതത്തിന്റെ ഡിസിഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഒരുപാട് പേരോട് അഭിപ്രായം ചോദിക്കാം. ഒരിക്കലെങ്കിലും ഒരു സുപ്രധാന തീരുമാനത്തിന് നിങ്ങളോട് അനുവാദം ചെയ്യും. ആർക്കെല്ലാം വാക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ, ഇല്ലേ? എന്നിട്ട് ആ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കാറുണ്ട്. നിങ്ങളുടെ സ്വന്തം സമയം കളഞ്ഞു. ഒരിക്കലെങ്കിലും നിങ്ങൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. സങ്കടപ്പെടണ്ട, പക്ഷെ നമുക്കൊരു വാക്ക് കൊടുക്കണം. ഞാൻ ഇത്ര നാൾക്കകം ഇന്ന ഇടത്തേക്ക് എത്തും, ഇങ്ങനെയാകും, എനിക്ക് ഈ മാറ്റം വരും. ഞാൻ എപ്പോഴും എനിക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് എന്താണെന്ന് അറിയാം. എന്റെ ചുറ്റും എന്തും സംഭവിക്കട്ടെ, എന്തോ സംഭവിക്കട്ടെ, സന്തോഷവും സമാധാനവും വിട്ടൊരു കളിയില്ല. മനസ്സിലായേ? കുടുംബത്തിനെ മറന്നൊരു കളിയില്ല, നമ്മുടെ സന്തോഷത്തിനെയും സമാധാനത്തിനെയും കളഞ്ഞൊരു കളിയില്ല. അത് നമുക്ക് കൊടുക്കുന്ന വാക്കാണ്. നിങ്ങൾ തന്നെ നിങ്ങളെ താരതമ്യപ്പെടുത്തിക്കണം. പഴയ നിങ്ങളും പുതിയ നിങ്ങളും, അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള നിങ്ങളും ഇനി ആകേണ്ട നിങ്ങൾ ചെയ്യണമെന്നേ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞപ്പോൾ പണ്ടത്തെ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു, നിങ്ങൾക്കൊരു മൈനസ് ഉണ്ട്, ആ മൈനസ് മാറി ഞാൻ ഇങ്ങനെ ആയി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആകാൻ ഒരുങ്ങുകയാണ്. അത് ചെയ്യണം. ഒക്കെ പോട്ടെ, നിങ്ങൾക്ക് വിലപ്പെട്ട എന്തെങ്കിലും സമ്മാനം കൊടുക്കും. നിങ്ങൾ പലർക്കും അവരുടെ സങ്കടങ്ങൾ മാറാനായിട്ട് അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ സാഹചര്യം മാറ്റാൻ എഫേർട്ട് എടുത്തിട്ടുണ്ടോ? എടുക്കണം.